പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് കർത്താവിന് നമുക്ക് ചെവി കൊടുക്കാം. കുറച്ച് സമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൈവവചന ഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ഞാനത് മലയാളം ബൈബിളിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നു. 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവന്റെ പുനരുത്ഥാനത്തോട്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറുന്നെണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ 9 മുതലുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ബട്ട് ഞാൻ ഇന്നത്തെ രാത്രി നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ തക്കോണം കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ മനസ്സിൽ തന്നിരിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വചനം 3-ാം അധ്യായം 10-ാം വാക്യമാണ്. മലയാളത്തിൽ ഈ വചനങ്ങൾ കുറച്ച് ദീർഘവചനങ്ങൾ എഴുതിയിരിക്കുന്നത് കൊണ്ട് ആ വാക്യങ്ങൾ അത്ര ക്ലിയർ ആയിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷിൽ if you read from chapter 3 verse 10, അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, that I may know him and the power of his resurrection and the fellowship of his sufferings, being conformed unto his death, being made conformable unto his death. Praise the Lord. എനിക്ക് അവനെ അറിയണം, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം, അവന്റെ മരണത്തോട് എനിക്ക് ഏകീഭവിക്കണം, അനുരൂപപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് ലക്ഷ്യം ആവശ്യമാണ്. എല്ലാ മനുഷ്യനും ലക്ഷ്യമുണ്ടായിരിക്കണം. ഒരു മനുഷ്യന്റെ ലക്ഷ്യമാണ് അവന്റെ ജീവിതഗതിയെ നിയന്ത്രിക്കുന്നത്. ലക്ഷ്യം, goal in life is supposed to be a driving force. ഒരു മനുഷ്യന്റെ ലക്ഷ്യമാണ് അവനെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. സമുദ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ you can see a log of wood floating on the face of the water. At the same time you can see ship in the sea. സമുദ്രത്തിൽ നോക്കിയാൽ, കടലിൽ നോക്കിയാൽ ഓളങ്ങളിൽ ആടുന്ന തടിക്കഷ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സമുദ്രത്തിൽ ഓടുന്ന കപ്പലുകൾ കാണാൻ പറ്റും. എന്നാൽ ഇത് രണ്ടും രണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കറിയാം, ഇത് രണ്ടും രണ്ടാണ്. ആ തടിക്കഷ്ണത്തെ നോക്കിയാൽ അതിന് ലക്ഷ്യമൊന്നുമില്ല. ഓളങ്ങൾ ആടുന്നത് അനുസരിച്ച്, വേവ്സിനനുസരിച്ച് ആ തടിക്കഷ്ണം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരു പക്ഷെ അത് ഇന്നിവിടെ ആയിരിക്കും, നാളെ അവിടെ ആയിരിക്കും, മറ്റന്നാളുടെ വേറൊരു ബീച്ചിൽ, അങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഷിപ്പ് അങ്ങനെയല്ല. ഷിപ്പിന് ഇറ്റ് ഹാസ് എ ഡെസ്റ്റിനേഷൻ. കപ്പലിന് ഒരു ലക്ഷ്യമുണ്ട്, അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. നാളെ ഈ സമയത്ത് ഞങ്ങൾ ഇന്ന തുറമുഖത്ത് എത്തണമെന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം കപ്പലിനുള്ളത് കൊണ്ട് കപ്പൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന് ലക്ഷ്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ ജീവിതം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എങ്ങും തൊടാതെ, ഹല്ലേലൂയ, ആർക്കും പ്രയോജനമില്ലാതെ, അവന് പോലും പ്രയോജനമില്ലാതെ ഈ ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കും. ആൻഡ് കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അവന് വ്യത്യാസങ്ങളൊന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. അവന്റെ ജീവിതത്തിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. 10 വർഷം കഴിഞ്ഞാലും ഇതുപോലൊക്കെ തന്നെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിയോട് ജീവിതത്തെ കുറിച്ച് ചോദിച്ചാൽ ആ വ്യക്തി ഇങ്ങനെ പറയും, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ലക്ഷ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലക്ഷ്യം ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം ഈ ഭൗതിക ലോകത്ത് ലക്ഷ്യമുള്ളതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലർക്കും പല ലക്ഷ്യങ്ങളുണ്ട്. ഓരോ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. പ്രായപൂർത്തിയായവരോട് ചോദിച്ചാൽ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. ചിലരോട് ചോദിച്ചാൽ പറയും, എനിക്ക് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എന്റെ മക്കളുടെ വിവാഹം കഴിച്ചിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ചിലർ പറയും, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പണിഞ്ഞ് അതിനകത്തൊന്ന് താമസിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എന്റെ മക്കളെ എല്ലാവരെയും ഒരു നല്ല നിലയിൽ എത്തിച്ചിട്ട് എനിക്ക് ഈ ഭൂമി വിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു. ഓരോരുത്തരും ഓരോ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Out in the world you could see there are different goals for people. ചിലർക്ക് ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്പോർട്സ്മാൻ ആയിട്ട് തീരണം. ചിലർക്ക് ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് തീരണം, ഒരു സ്കോളറായിട്ട് തീരണം, അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ദ വേൾഡ് ആകണം, അല്ലെങ്കിൽ ദ ബെസ്റ്റ് ആർക്കിടെക്ട് ആവണം. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുള്ളത് കൊണ്ട് ആ ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം അവർ അഹോരാത്രം പണിപ്പെടുകയാണ്.
അവരുടെ ഹോൾ ഫോക്കസ് ഇൻ ദെയർ ലൈഫ് ഈസ് ടുവേർഡ്സ് ദാറ്റ് ഗോൾ. അതിനുവേണ്ടി എന്ത് കഷ്ടം സഹിക്കാനും നമുക്കറിയാം. ചിലർ കരുതുന്നില്ല ദ ബെസ്റ്റ് ബിസിനസ്മാൻ ഇൻ ദ വേൾഡ് എനിക്കാവണം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ ഉറക്കമൊന്നും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏത് രീതിയിൽ എനിക്ക് പണം സമ്പാദിക്കാം, ഏത് രീതിയിൽ എനിക്ക് മുൻപന്തിയിലെത്താം, അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്റെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാം, അത് ലോഞ്ച് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അവരെന്നും എപ്പോഴും അവരുടെ മനസ്സിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഏത്? ആ ലക്ഷ്യത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ കേട്ട ലക്ഷ്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതാ. നിന്റെ മരണത്തോടുകൂടി നിന്റെ ലക്ഷ്യം അവിടെ തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കഷ്ടപ്പെടുന്നത്, ഈ ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നതൊക്കെ അവന്റെ മരണത്തോടുകൂടി അവിടെ തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ലക്ഷ്യം അവിടെ തീരുകയാണ്. എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ, ഇപ്പൊ നമ്മൾ കേട്ട തിരുവചനം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മനുഷ്യന്റെ ലക്ഷ്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആ മനുഷ്യൻ ആരെന്നറിയാമോ? പൗലോസ്. ഹല്ലേലൂയ. പൗലോസിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? പൗലോസ് ഈ ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് ഒരു പക്ഷേ കൈസരയിലെ കാരാഗൃഹത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ റോമിലെ കാരാഗൃഹത്തിൽ നിന്നായിരിക്കാം. ചരിത്രകാരന്മാർ ഇത് പറയുന്നത് AD 59-നും 62-നും ഇടയിൽ എഴുതിയ ലേഖനമാണ്. മാസ്രോഡിയിലെ ഫിലിപ്പി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലുള്ള ചർച്ചിന് വേണ്ടി ഹല്ലേലൂയ തനിക്ക് പണം അയച്ചു തന്ന, തന്നെ സഹായിച്ച അവർക്ക് വേണ്ടി പ്രത്യുപകാരമായിട്ട്, പ്രൈസ് ഗോഡ്, തന്നെ സഹായിക്കുവാൻ കടന്നു വന്ന എപ്പഫ്രോഡിറ്റസിന്റെ ഒരു ലേഖനം കൊടുത്ത്, ഒരു എഴുത്ത് കൊടുത്ത് കർത്താവിന്റെ ദാസൻ അവനെ മടക്കി വിടുക. ആ എഴുത്താണ് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ റോമൻ കാരാഗൃഹത്തിൽ നിന്നായിരിക്കാം അദ്ദേഹം എഴുതിയത്, അല്ലെന്നുണ്ടെങ്കിൽ കൈസറിയിലെ കാരാഗൃഹത്തിൽ നിന്നായിരിക്കാം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നാളെ എന്തും സംഭവിക്കാമെന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവിന്റെ ദാസൻ ജീവിക്കുന്നത്. ഒരു പക്ഷേ നാളെ അദ്ദേഹം മരണപ്പെട്ടേക്കാം, അദ്ദേഹത്തെ വധിച്ചേക്കാം. എപ്പോഴാണ്, എത്ര വർഷം കഴിഞ്ഞാണ് താൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭൗതികമായ ജീവിതം ആ കാരാഗൃഹത്തിൽ തന്നെ തീർന്നു പോയേക്കാം. പ്രൈസ് ദി ലോർഡ്. ആ മഹത്വമുള്ള കർത്താവിന്റെ ദാസൻ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കും. റിജോയ്സ് ഓൾവേസ്. കാരാഗൃഹത്തിന് ഇന്നത്തെ രീതിയിലെ പ്രിസണിലെ പോലുള്ള ഫെസിലിറ്റീസ് ഒന്നും വന്നില്ല. ഇന്ന് ടെലിവിഷനും എല്ലാ ഫെസിലിറ്റീസും ഹല്ലേലൂയ മനുഷ്യാവകാശ കമ്മീഷൻ മുഖേനയൊക്കെ കിട്ടിയിരിക്കുക എല്ലാവർക്കും. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ സാഹചര്യങ്ങൾ അതൊന്നുമില്ല. നമുക്കറിയാം, ഹല്ലേലൂയ കോൺക്രീറ്റ് ചെയ്യാത്ത തറയ, എപ്പോഴും മോയിസ്റ്റ് ആയിട്ടുള്ള, എപ്പോഴും ഈർപ്പമുള്ള, തണുപ്പുള്ള, ഹല്ലേലൂയ കിടക്കാൻ നല്ല കിടക്കയില്ലാത്ത, ഒരുപക്ഷെ അവരുടെ പബ്ലിക് കംഫർട്ടേഷൻ ഒക്കെ, ഹല്ലേലൂയ അവരുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ഒരുപക്ഷെ പ്രൈസ് ദി ലോർഡ് ആ മുറിയുടെ ഒരു കോണിലായിരിക്കാം, നമുക്കറിയില്ല. അത് ഡഞ്ചൻസ് ആണ്. പ്രൈസ് ദി ലോർഡ്. അത് ഗാലോസ് ആണ്. പ്രൈസ് ഗോഡ്. അത്രമാത്രം അവരുടെ വലിയ ഭാരത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് കർത്താവിന്റെ ദാസൻ പുറത്തുള്ള സഭയ്ക്ക് എഴുതുകയാണ്, എപ്പോഴും സന്തോഷിക്കുക. ഹൃദയത്തിൽ സന്തോഷമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് എഴുതാൻ പറ്റൂ. ലെറ്റ് മീ കം ബാക്ക് ടു ദ പോയിന്റ്. ഈ കർത്താവിന്റെ ദാസൻ ഇത് എഴുതുന്നത് ഞാൻ പറഞ്ഞു AD 59 മുതൽ 62-63 കാലഘട്ടത്തിലാണ്. മരണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനമായത്. പ്രൈസ് ഗോഡ്. ഏതാണ്ട് 30-35 വർഷത്തോളം ഈ കർത്താവിന്റെ ശിഷ്യനായി കർത്താവിനെ പിൻഗമിച്ച ഈ പൗലോസിന്റെ ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എങ്ങനെങ്കിലും ഈ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഹല്ലേലൂയ താൻ രോഗത്തിന് കീഴ്പ്പെട്ടവനാണ്. ഹല്ലേലൂയ ഈ രോഗത്തിൽ നിന്ന് എനിക്കൊന്ന് സൗഖ്യം വേണമെന്നുള്ളതല്ല, അല്ലെ കുറെ കാലം കൂടെ എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതല്ല, അല്ലെങ്കിൽ കുറച്ച് പ്രവൃത്തികൾ കൂടെ ദൈവത്തിന് വേണ്ടി ചെയ്ത് ഈ ലോകത്ത് നിന്ന് കടന്നു പോകണമെന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഭൗതികമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുമല്ല ഈ കർത്താവിന്റെ ദാസനുള്ളത്. അവൻ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഐ മേ നോ ക്രൈസ്റ്റ്. എനിക്ക് യേശുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. 35 വർഷക്കാലം യേശുവിന് വേണ്ടി ജീവിച്ച കർത്താവിന്റെ ദാസൻ, പ്രൈസ് ദി ലോർഡ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് സ്വർഗത്തിന്റെ മഹിമയും സ്വർഗീയ ഭാഷയും കേട്ട ദൈവത്തിന്റെ ദാസൻ, അനേക അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ ദാസൻ, തന്റെ വചനം ഈ ഭൂമിയിലെ ജനത്തിനു വേണ്ടി എഴുതുവാൻ, ഭൂമിയിലെ സഭയ്ക്ക് വേണ്ടി എഴുതുവാൻ ഒരു മനുഷ്യനെ സ്വർഗം അന്വേഷിച്ചപ്പോൾ സ്വർഗം തിരഞ്ഞെടുത്ത കർത്താവിന്റെ അഭിഷക്തൻ. പ്രൈസ് ദി ലോർഡ്. അവൻ 35 വർഷത്തിന് ശേഷം വീണ്ടും പറയുന്നു, എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ എന്റെ ജീവിതത്തിലുള്ളൂ, യേശുവിനെ അറിയണം. I want to know him. I want to know him. And I want to know the power of his resurrection. And I want to know the power of his, the fellowship of his share, hallelujah, suffering. And I want to be conformable to the, hallelujah, I want to be conformable unto his death. Praise the Lord. Hallelujah. കർത്താവിന്റെ ദാസന്റെ ആഗ്രഹം അതാണ്.
ഇന്നത്തെ രാത്രി ഹല്ലേലൂയ ആ ലക്ഷ്യത്തിലേക്കാണ് കർത്താവിന്റെ ദാസൻ നീങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ചു സമയം ദൈവവചനത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ 4 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറഞ്ഞത്. ഒന്ന്, ഐ മേ നോ ഹിം, എനിക്ക് കർത്താവിനെ അറിയണം. 2, ഐ വോണ്ട് ടു നോ ദ പവർ ഓഫ് റിസറക്ഷൻ and I want to have the fellowship of his suffering. Then I want to be conformable unto his death. Praise the Lord. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധി നമ്മൾ ഇരിക്കുമ്പോഴേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ഭൂമിയിൽ പൗലോസിന് കൊടുത്തതുപോലെയുള്ള ഒരു ജീവിതം എനിക്കും നിനക്കും സ്വർഗത്തിൽ ദൈവം തന്നിരിക്കുക. എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസന്റെ ലക്ഷ്യത്തെ നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് ഹല്ലേലൂയ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് തുലനം ചെയ്യുവാൻ തക്കവണ്ണം കുറച്ച് സമയം തരുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ എന്തെങ്കിലും മാറ്റം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്നത്തെ രാത്രി ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഐ വോണ്ട് ടു നോ ഹിം. ദാറ്റ് ഈസ് വാട്ട് പോൾ സെഡ് ടു ഫിലിപ്പി. ഹല്ലേലൂയ. അവൻ കർത്താവിനെ അറിഞ്ഞവനാ. 35 വർഷത്തോളം കർത്താവിന്റെ വേല ചെയ്തവനാ. ഈ ലോകത്തിൽ മറ്റാരും അറിഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ട് he is the best Christian that ever lived on the face of this earth. ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്രിസ്ത്യനാണ് പൗലോസ്. അവർ യേശുവിനെ ഇനി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ചിന്തിച്ചാൽ നമ്മൾ എത്രമാത്രം യേശുവിനെ അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഐ മേ നോ ഹിം. എനിക്ക് യേശുവിനെ അറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനം പറയുന്നു എന്താണ് അറിവ്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 17-ാം അധ്യായം 3-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. This is eternal life, that to know you the true God and Jesus Christ whom you have sent. Praise the Lord. So to know means that is eternal life. To know whom? To know the true God and his son Jesus Christ. Praise the Lord. യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. പിതാവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിത്യജീവൻ ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തെ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് നിത്യജീവൻ ലഭിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദൈവവചനപ്രകാരം നീ യേശുവിനെ അറിഞ്ഞവനായിരിക്കണം. നീ പിതാവിനെ അറിഞ്ഞവനായിരിക്കണം. എന്താണ് ഈ അറിവ്? അറിവെന്ന് പറഞ്ഞാൽ, ഈ നോളജ് എന്ന് പറഞ്ഞാൽ there are 2 types of knowledge. ഒന്ന് ഫിസിക്കലായിട്ടുള്ള ഒരു നോളജ് ഉണ്ട്, പ്രൈസ് ദി ലോർഡ്, എത്തിക്കലായിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അസ്തിത്വപരമായിട്ടല്ലാതെ ഹല്ലേലൂയ ഭൗതികമായിട്ടുള്ള ഒരു നോളജ്. ആ നോളജിനാൽ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുക. 2 + 2 = 4. It is a knowledge. H2 + O = H2O. That is a knowledge. Praise the Lord. നമുക്ക് ഒത്തിരി നോളജുകളുണ്ട് ഈ ഭൂമിയിൽ. അതൊക്കെ ഭൗതികമായിട്ടുള്ള നോളജ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലൊക്കെ അതൊക്കെ എർത്തലി ബൗണ്ടഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തിരുന്ന നോളജാണ്. എന്നാൽ വേറൊരു നോളജ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അസ്തിത്വപരമായിട്ടുള്ള ഒരു നോളജ്. An internal heart-to-heart knowledge. Praise the Lord. ഹൃദയത്തോട് അടുത്തിരിക്കുന്ന ഒരെണ്ണം, വളരെ ഡീപ്പായിരിക്കുന്ന ഒരു നോളജ്, അകത്തേക്ക് പെനട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോളജ്. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ജനസിസ് 4:1 പറയുന്നു, ആദം knew his wife and she conceived and bore Cain. Praise the Lord. ആദം ഹവ്വയെ അറിഞ്ഞു, അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. ആദം ഹവ്വയെ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ഇറ്റ് വാസ് an intimate relationship. ഗാഢമായ ഒരു ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ആദം knew his wife. പ്രൈസ് ദി ലോർഡ്. That is a type of knowledge. പ്രൈസ് ദി ലോർഡ്. അവളിലേക്ക് അവന്റെ ഹൃദയം ഇറങ്ങിയത്, ആ ബന്ധത്തിന്റെ തീവ്രത, പ്രൈസ് ദി ലോർഡ്, അതൊരു നോളജാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 1:34 ഹല്ലേലൂയ, തന്റെ അടുത്ത് കടന്നു വന്ന ദൈവത്തിന്റെ ദൂതനോട് മറിയ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ മറിയോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന്. അപ്പോഴേ മറിയ ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? How would it happen? Because I don't know a man. You understood what I say? That's the type of knowledge. Hallelujah. To know somebody, to know means to get into him, to get into her. Hallelujah. A heart-to-heart knowledge, a heart-to-heart relationship. Praise the Lord. Hallelujah. പൗലോസ് പറയുന്നത്, എനിക്ക് യേശുവിനെ അങ്ങനെ അറിയണം.
എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഉള്ളില് എനിക്കായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ഹൃദയവും എന്റെ ഹൃദയവും ഒന്നായിത്തീരണം. യേശു എന്താഗ്രഹിക്കുന്നുവോ അതേ ആഗ്രഹം എന്റെയുമായി തീരണം. പ്രൈസ് ദി ലോർഡ്. യേശു എന്താണ് ഭൂമിയിൽ ആഗ്രഹിച്ചത് അത് തന്നെ ഞാൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു എന്ത് ഭൂമിയിൽ ചെയ്തുവോ എനിക്കത് ചെയ്യണം. യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ ജീവിച്ചുവോ എനിക്കങ്ങനെ ചെയ്യണം. യേശു എങ്ങനെ ഈ ജനത്തെ സ്നേഹിച്ചുവോ അതുപോലെ എനിക്ക് ജനത്തെ സ്നേഹിക്കണം. യേശു എങ്ങനെ ക്ഷമിച്ചുവോ അതുപോലെ എനിക്ക് ക്ഷമിക്കണം. അതിൽ യേശു എങ്ങനെ മറ്റുള്ളവരെ കരുതിയോ അതുപോലെ എനിക്ക് കരുതണം. ഹല്ലേലൂയ. I want to become like the Spirit of Christ. Praise the Lord. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കുന്നുവെന്ന് ഈ ലോകം അറിയുവാൻ ഞാൻ അവരിലും നീ എന്നിലുമായി ഞങ്ങൾ ഒരുമിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവരിലായിത്തീരുക, നീ എന്നിലായിത്തീരുക. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ 15-ാം അധ്യായം 7-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം 15:7 ഹല്ലേലൂയ ശിഷ്യന്മാരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ പറയുന്നു നിങ്ങൾ എന്നില്. കഴിഞ്ഞ വാചനത്തിൽ നമ്മൾ വായിച്ചു ഞാൻ അവരില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് വാട്ട് നോളജ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വാട്ട് നോളജ്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ നിന്റെയും എന്റെയും ജീവിതത്തില് ഹല്ലേലൂയ എന്റെയും നിന്റെയും ലക്ഷ്യം ഇതാണോ? ഹല്ലേലൂയ. എന്റെയും നിന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണോ? എനിക്ക് അവരിലായിത്തീരണം. എന്റെ യേശുവിനെ പോലെ എനിക്ക് ആയിത്തീരണം. നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്നറിയാമോ? ദൈവത്തോടുകൂടെ കൂട്ടായ്മ അനുഭവിക്കുന്ന ഹല്ലേലൂയ ഒരുവനായി തന്റെ സൃഷ്ടിയായ മനുഷ്യൻ തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശം, മനുഷ്യനെ കുറിച്ചുള്ള ലക്ഷ്യം എന്തെന്ന് റോമർക്കെഴുതിയ ലേഖനം 8:29 വ്യക്തമായി ഹല്ലേലൂയ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് he predestined us to become conformable unto the image of Christ. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനോട് കൂടെ അനുരൂപരാകുവാൻ തക്കവണ്ണം അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. We have a predestination, a destination which was decided even before our birth. That is why it is predestination. Praise the Lord. So we got to move on to there. അതാണ് ഹല്ലേലൂയ. യേശുവിനോട് കൂടെ യേശുവിനെ പോലെ ആയിത്തീരുക. ഈ ലോകത്ത് നീ എവിടെയായിരിക്കുന്നുവോ യു ആർ റെപ്രസെന്റിംഗ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:17 പറയുന്നത്, as Jesus is so are we in this world. അവൻ എങ്ങനെയായിരുന്നുവോ അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്. എന്നെ കാണുന്നവര് യേശുവിനെ കാണണം, നിന്നെ കാണുന്നവര് യേശുവിനെ കാണണം. ഭാരങ്ങളുടെ നടുവിൽ ഒരുവനായിരിക്കുന്നുവെങ്കിൽ, വേദനകളുടെ നടുവിൽ ഒരുവളായിരിക്കുന്നുവെങ്കിൽ നീ അവിടെ കടന്നു ചെന്നാൽ യേശു കടന്നു ചെന്ന അനുഭവം ആ ഭവനത്തിൽ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ അയക്കുന്നിടത്ത് യേശുവിന്റെ എക്സ്റ്റൻഡഡ് ഇമേജ് ആയി, യേശുവിന്റെ എക്സ്റ്റൻഡഡ് ഹാൻഡ് ആയിട്ട് നീയും ഞാനും തീരണം. പൗലോസിന്റെ ആഗ്രഹം അതാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഹല്ലേലൂയ പ്രസ്സിംഗ് ഓൺ ടു പെർഫെക്ഷൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൂർണ്ണതയിലേക്ക് ബന്ധപ്പെട്ട് നീങ്ങുക. ഞാൻ എങ്ങുമായിട്ടില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, യേശു എന്ന തലയോളം എനിക്ക് വളരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി നിന്റെയും എന്റെയും ലക്ഷ്യമുണ്ടാകും. പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും കുറച്ചു കാലം ജീവിച്ച് കടന്നു പോകാനാ ദൈവ പൈതലെ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി യേശു ക്രിസ്തു ഹല്ലേലൂയ കാൽവരിയിൽ മരിച്ചത് വെറുതെ ആയിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുഗങ്ങൾക്ക് മുമ്പേ തന്റെ പുത്രനായ ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് തരുവാൻ സ്വർഗം പദ്ധതിയിട്ടത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ കുറെ കാലം ജീവിച്ച് ഈ ഭൂമിയിൽ എങ്ങനെങ്കിലും മൃഗത്തെ പോലെ മണ്ണടിഞ്ഞു പോകുവാനുള്ള ഹല്ലേലൂയ നിന്നിലെ ഒരു പദ്ധതി കൊണ്ടല്ല, പിന്നെയോ നിന്നെ വീണ്ടെടുത്ത് പ്രൈസ് ദി ലോർഡ് തന്റെ പുത്രനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി കർത്താവിന്റെ പദ്ധതിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞത്, ഐ വാണ്ട് ടു നോ ഹിം. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് ഈസി ടു സേ ദാറ്റ് ഐ നോ അബൌട്ട് ക്രൈസ്റ്റ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുക, ഈ കൊച്ചു കുട്ടികളോട് ചോദിച്ചു നോക്ക്, ഡു യു നോ ജീസസ് ക്രൈസ്റ്റ്? അവർ പറയും, യെസ് ഐ നോ ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ സേവിയർ. പ്രൈസ് ദി ലോർഡ്. വാട്ട് അബൌട്ട് ഹി ഈസ് യുവർ ലോർഡ്? It is easy to say that he is my savior, but it is a bit difficult to say he is my Lord. Hallelujah. അതറിയാമോ വ്യത്യാസം? He is my savior. He saved me from my sins. He saved me from the wrath of God. He saved me from eternal hell. He saved me from every sort of demonic activities. But when you say that he is my Lord, he is my Lord means I am his servant. He is the master. He decides everything about me.
അവനാണ് എന്നെ കുറിച്ചുള്ളതെല്ലാം തീരുമാനിക്കുന്നത്. ഐ ഹാവ് നോ ആംബിഷൻ ഓഫ് മൈസെൽഫ് ആൻഡ് ഐ വോണ്ട് ഡിസൈഡ് വേർ ഐ ഹാവ് ടു ഗോ. I don't decide what I need to speak. I can't say where I will be. I can't say I will do this thing or I will do that thing. It's all my master decides for me. I have to obey him. That is what a Lord and a servant. ഇന്നത്തെ രാത്രി will you say that Jesus Christ is my Lord? Will you say that? Are you honest to say that? Am I honest to say that? Each and every area of my life is decided by the Lord. Could you say that? ഇന്നത്തെ രാത്രി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമേ, യേശുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ ലോകത്ത് അനേകരോട് ചോദിച്ചു നോക്ക്, യേശുവിനെ കുറിച്ച് അവർ പറയും. യേശുവിനെ കുറിച്ച് പരീക്ഷന്മാർക്കും അറിയാമായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിക്കാത്ത, യേശുവിനെ ഹല്ലേലൂയ അംഗീകരിക്കാത്ത വലിയ ജനത്തിന് ലോകത്തിന് മിക്കവാറും എല്ലാവർക്കും യേശുവിനെ കുറിച്ച് അറിയാം. അതുപോലെ ഒരു അറിവാണ് നിനക്കുമുള്ളതെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എന്താ പ്രയോജനം? ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, അതിനും അപ്പുറമായി എനിക്ക് എൻ്റെ യേശുവിനെ അറിയാം. നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ഒരുവൻ നിന്നോട് ചോദിച്ചാൽ നിനക്ക് പറയാൻ കഴിയുമോ? I want to know Jesus Christ. I want to become conformable to the image of him. I want to press on to perfection. Hallelujah. In the time to come, I will become like him. More and more and more and more. Praise the Lord. ഹല്ലേലൂയ. രണ്ടാമത് ഹല്ലേലൂയ ആ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ പൗലോസിന്റെ ആഗ്രഹം to know the power of his resurrection. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സകല കർത്തൃത്വത്തിനും നീങ്ങിപ്പോകുന്നതിനും സ്ഥിരമായിരിക്കുന്നതിനും സകലത്തിനും മീതെ അവനെ തലയാക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ നാമം സകല നാമത്തിനും മീതെയാക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ ഹല്ലേലൂയ, ലോകം ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ സംഭവമാണ് മരിച്ചവൻ ഉയർക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗം ഹല്ലേലൂയ ഏറ്റവും വലിയ മഹത്വം കൊടുത്തതാണ്. ഹല്ലേലൂയ. യേശുവിനെ ഉയർപ്പിച്ചത് പിതാവിന്റെ മഹത്വത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ഹല്ലേലൂയ. യേശുവിന്റെ ഉയർപ്പ് നിങ്ങൾക്കറിയാമോ? യേശുവിനെ ഹല്ലേലൂയ ശവക്കല്ലറയിലേക്ക് ഗ്രേവിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ആരും കരുതിയില്ല അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. തന്റെ ശിഷ്യന്മാർ പോലും പ്രൈസ് ദി ലോർഡ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൽ ആരും കരുതിയില്ല യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവനെ പാതാളത്തിലേക്ക് അയക്കുവാൻ ഹല്ലേലൂയ പിശാചിനെ ഹല്ലേലൂയ എല്ലാ പദ്ധതികളും അവൻ ഒരുക്കി. ഹല്ലേലൂയ. ദുഷ്ട മനുഷ്യരുടെ ഹൃദയങ്ങളെ വശീകരിച്ച് ദൈവപുത്രനെ അവൻ കാൽവരിയിലെ ക്രൂശിലേറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അവനെ അടക്കിയിട്ട് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ കാണുകയാണ്, ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ഹേദീസിലെയും ഹെല്ലിലെയും ഡിമോൺസ്, എല്ലാ എയറിലും ലാൻഡിലും സീയിലുമുള്ള ഡിമോൺസ് ഒരു പക്ഷേ ആ ഗ്രേവിന്റെ മുമ്പിൽ വന്നിട്ട്, യേശുവിന്റെ ടോംബിന്റെ മുമ്പിൽ വന്നിട്ട് ആ പാറയുണ്ടല്ലോ, അടച്ചു വെച്ചിരിക്കുന്ന പാറ, അതിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് വെക്കുക, ആരും ഇത് തുറക്കാതിരിക്കാൻ. എല്ലാ അന്ധകാര ശക്തികളും ഒരുപോലെ യേശു ഹല്ലേലൂയ ഇവൻ ഒരു കാരണവശാലും പുറത്തു വരരുതെന്ന് കരുതി പ്രൈസ് ദി ലോർഡ് ആ കല്ലിനെ അടച്ചു പിടിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാലസമ്പൂർണതയിൽ പിതാവ് എഴുതിയ സമയത്തിൽ തന്റെ പുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കണമെന്നുള്ള പിതാവിന്റെ ചിന്തയിൽ ഹല്ലേലൂയ സമയം അടിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് താഴേക്ക് ഇറങ്ങി പാറകളെ പിളർന്ന് നിർജീവമായിരുന്ന തന്റെ പുത്രന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആത്മാവ് പ്രവേശിച്ച് പാറകളെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ കാവൽ ചെയ്തവൻ ഉറങ്ങിപ്പോകത്തക്കവണ്ണം അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി അതാണ് ഉയർപ്പിന്റെ ശക്തി, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ശക്തി. പാപബന്ധനത്തിന് പാപപങ്കിലമായ ജീവിതത്തിൽ നീയും ഞാനും മരിച്ചപ്പോൾ എന്നെയും നിന്നെയും ഉയർപ്പിച്ച ശക്തിയാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ ആ പുനരുത്ഥാന ശക്തിയെ കുറിച്ച് അറിയുവാനാ ഹല്ലേലൂയ പൗലോസ് വീണ്ടും ആഗ്രഹിച്ചത്. കാരണം ജഡത്തിൽ ഹല്ലേലൂയ ജീവിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുള്ള ശക്തികൾക്ക് ഹല്ലേലൂയ ശക്തികളുമായി എപ്പോഴും മൽപ്പിടിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്നെയും എന്നെയും ദൈവ പദ്ധതിയിൽ നിന്ന് നീക്കുവാൻ, ദൈവിക മഹത്വത്തിൽ നിന്ന് നീക്കുവാൻ, ദൈവ വഴിയിൽ നിന്ന് നീക്കുവാൻ ഈ ലോകത്തിന്റെ ഫോഴ്സസ്
powers of darkness, powers of principalities, ദേശാധിപതികളുടെ വാഴ്ചകള്, ഓ വലിയ പ്രവൃത്തികളെ ചെയ്യുമ്പോൾ അതിനെതിരെ നീ നിൽക്കണമെങ്കിൽ you need the power of resurrection. Praise the Lord. നിനക്ക് പുനരുത്ഥാന ശക്തി ആവശ്യമാണ്. Praise the Lord. Hallelujah. നിങ്ങൾക്കറിയാമോ, ആ പുനരുത്ഥാന ശക്തിയുടെ രണ്ടാമത്തെ മാനിഫെസ്റ്റേഷൻ ആണ് പെന്തിക്കോസ്തി നാളില് ജനത്തിന്റെ മധ്യേ സ്വർഗത്തിൽ നിന്ന് വന്ന ശക്തി. Praise the Lord. രണ്ടാമധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം 1-2 വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. 120ഓളം വരുന്ന ഒരു ജനക്കൂട്ടം. Praise the Lord. ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി കർത്താവ് നിന്ന് വാഗ്ദാനം പ്രാപിക്കുവാൻ, സ്വർഗത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവാൻ ഒരുമയോടെ സകലതും മറന്ന് തങ്ങളുടെ കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് നിന്നെയും പരിഹാസവും സഹിച്ച് ആ കൊച്ചു മുറിക്കുള്ളില്, ആ മാളിക മുറികളില് അവർ മുറിയിൽ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ ദൈവവചനം എഴുതിയിരിക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവരിയ്ക്കുന്ന മുറിയെ നിറച്ചു. അവർ കാണുന്നത് എന്തെന്നറിയാമോ? അഗ്നിനാവുകളാൽ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേലും ഇറങ്ങി. ഇന്നത്തെ രാത്രി ഒരു കോർപ്പറേറ്റ് ടച്ച് അല്ല നമുക്ക് ആവശ്യം. We need an individual touch. Praise the Lord. നമുക്ക് ഓരോരുത്തരുടെ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഞാനും നീയും ഓരോരുത്തരായി ദൈവത്തിന്റെ മന്ദിരമായി തീരുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. പഴയ നിയമത്തില് ദൈവത്തിന്റെ മന്ദിരം ഒരു പ്രെമിസസ് ആയിരുന്നുവെങ്കിൽ, സിനഗോഗ് ആയിരുന്നുവെങ്കിൽ, ടെമ്പിൾ ഓഫ് ഗോഡ് ഔട്ട്സൈഡില് ഒരു എക്സ്റ്റേണൽ ബിൽഡിംഗ് ആയിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ നീയും ഞാനും ജീവിക്കുന്ന കല്ലുകളായി, ജീവിക്കുന്ന മന്ദിരങ്ങളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:16 പറയുന്നത്, Don't you know that you are the temple of God and the Spirit of Almighty living in you? Praise the Lord. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. പാപത്തെ അതിജീവിക്കാൻ ആർക്കാ കഴിയുന്നറിയാമോ? പുനരുത്ഥാന ശക്തി ഉള്ളിലുള്ളവനാണ്. ലോകത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ആർക്കാ കഴിയുന്നറിയാമോ? പുനരുത്ഥാന ശക്തി ഉള്ളിലുള്ളവനാണ്. ലോകം മോഹങ്ങളെ കാണിച്ച് നിന്നെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ആർക്കാണ് കഴിയുന്നതെന്നറിയാമോ? പുനരുത്ഥാന ശക്തി ഉള്ളിലുള്ളവർക്ക്. ഹല്ലേലൂയ. ലോകപാപങ്ങളെ, ഹല്ലേലൂയ, ജഡിക മോഹങ്ങളെ, ഹല്ലേലൂയ, പാപബന്ധനങ്ങളെ, പൈശാചിക പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ ആർക്ക് കഴിയുമെന്നറിയാമോ? ഈ പുനരുത്ഥാന ശക്തി ഉള്ളിലുള്ള വ്യക്തികൾക്ക്. ഇന്നത്തെ രാത്രി നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹം, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, കർത്താവേ, ഹല്ലേലൂയ, വെറും സാധാരണക്കാരായിരുന്ന ആ മീൻപിടുത്തക്കാരെ, വിദ്യാഭ്യാസമില്ലാതിരുന്ന, ലോകത്തിൽ വിടക്കുകളായിരുന്ന, ലോകത്തിന് പ്രയോജനമില്ലാത്തവരായിരുന്ന, ഹല്ലേലൂയ, ലോകത്തിലെ മാന്യന്മാരെന്ന് പറയുന്നവരുടെ മുമ്പിൽ നിൽക്കുവാൻ ശേഷിയില്ലാതിരുന്ന ആ സാധാരണ ജനത്തെ അസാമാന്യരാക്കി മാറ്റിയ, അസാധാരണക്കാരായി മാറ്റിയ, ലോകത്തെ കീഴ്മേൽ മറിച്ച, ഹല്ലേലൂയ, അവരെ രൂപാന്തരപ്പെടുത്തിയ ആ ശക്തി എനിക്ക് വേണം കർത്താവേ. ഇന്നത്തെ രാത്രി നിന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ? സ്വർഗം അത് തരുവാൻ തക്കോളം വിശ്വസ്തനാണ്. കർത്താവിന്റെ വചനം പറയുന്നു, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. ആ എക്സ്പ്രഷൻ ഓർത്ത് നീ ചോദിക്കാനായിട്ട് അവൻ കാത്തിരിക്കുക. എത്രയധികം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാം ചോദിക്കാത്തത് കൊണ്ടാണ്. ആത്മാർത്ഥതയോടെന്ന് പറഞ്ഞേ, ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കുന്നത് എന്തൊക്കെയാ? നമ്മൾ ചോദിച്ചതെല്ലാം ഭൗതികമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എൻ്റെ കടബാധ്യതകളെ നീക്കണേ. കർത്താവേ, എനിക്ക് നല്ലൊരു ജോലി തരണേ. എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമേ. ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ. എനിക്ക് സൗഖ്യം തരണേ. ഇതൊന്നും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. മുമ്പേ പറഞ്ഞതുപോലെ ഇതെല്ലാം ഈ ലോകം കൊണ്ട് തീരുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ആത്മാർത്ഥതയോടെ നിനക്ക് ആഗ്രഹിക്കാൻ കഴിയുമോ? എനിക്ക് യേശുവിനെ പോലെ ജീവിക്കണം. അനേകർക്ക് അനുഗ്രഹമായിട്ട് എനിക്ക് ജീവിക്കണം. അനേകർക്ക് ന്യൂസൻസ് ആയിട്ടല്ല, ഈ ലോകത്തിലൊരു ശാപമായിട്ടല്ല, എല്ലാവരും ജീവിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ, ഈ ജനസംഖ്യയിൽ ഒരു വ്യക്തിയായിട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകാനല്ല. കർത്താവേ, when I live, can I make a difference in the community where I live? ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ എനിക്ക് കഴിയണം കർത്താവേ. I need your spirit in me. ആത്മാവിനുണ്ടെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, എനിക്കതിന് കഴിയുള്ളൂ. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, എഫേസ്യ ലേഖനം 2:1 അതേ വാക്യം തന്നെ കൊലോസ്യ ലേഖനം 2:13 വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഒരു ദൈവ പൈതൽ ആരാന്നറിയാമോ? Who is the redeemed Christian? Redeemed Christian എന്ന് പറയുന്നത്, ഒരു ബിലീവർ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? പാപത്തിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും ഉയർത്തപ്പെട്ട വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ച അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ വ്യക്തിയാണ്. നീ വീണ്ടും മരിച്ച അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്,
ഇന്നത്തെ രാത്രി ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് അത് ഹാലലൂയ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരെന്തിനു വേണ്ടി ജീവിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാനും ജീവിക്കുന്നതെങ്കിൽ, അവരെങ്ങനെ സമയം ചെലവഴിക്കുന്നു, ആ വഴിയിലാണ് ഞാനും സമയം ചെലവഴിക്കുന്നുവെങ്കിൽ, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യമാണ് എന്റെയും നിന്റെയും ജീവിതത്തിലെങ്കിൽ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് വെറുതെയായി പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഈ ലോകത്തെ അതിജീവിക്കുന്ന ഒരു ശക്തി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. പൗലോസിനെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പൗലോസ് ഹല്ലേലൂയ, ഞാൻ പത്രോസിനെ കുറിച്ചും യാക്കോബ് യോഹന്നാനെ കുറിച്ചൊക്കെ പറഞ്ഞു, അവർ വെറും സാധാരണ മീൻപിടുത്തക്കാരായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് ആരായിരുന്നു അറിയാമോ? ശൗലാരായിരുന്നു അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ അവനൊരു സ്കോളറായിരുന്നു. അന്നത്തെ അറിയപ്പെട്ടിരുന്ന മനുഷ്യൻ, മാന്യനായ മനുഷ്യൻ, അനേകരെ ബഹുമാനിച്ചിരുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വായിച്ച വേദഭാഗത്തിന് മുകളില് 3-ാം അധ്യായം എഴുതി താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ന്യായപ്രമാണം കൊണ്ട്, ഹല്ലേലൂയ, ന്യായപ്രമാണത്തിൽ നിന്ന് നീതി ലഭിച്ചവനവൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് അവന് ലക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. യേശുവിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ കാണുന്നത് വരെ ഹല്ലേലൂയ പൗലോസിന്റെ ലക്ഷ്യങ്ങൾ മറ്റു പലതുമായിരുന്നു. ഒരു പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഈ ക്രിസ്ത്യാനികളെല്ലാം നിഗ്രഹിച്ച ശേഷം ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ പുതിയ വർഗത്തെ നശിപ്പിച്ചിട്ട് യഹൂദ മതത്തിനൊരു പേരുണ്ടാക്കുക, യഹൂദ മതത്തെ ലോകമൊക്കെയുമാക്കുക, ഒരു വലിയ റബ്ബൂനിയായി, ഒരു വലിയ റബ്ബിയായിട്ട് അത് യഹൂദ മതത്തിൽ അറിയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായി യഹോവയായ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഒത്തിരി ലക്ഷ്യങ്ങൾ അവനുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ലക്ഷ്യം മാറി. ഇന്നത്തെ രാത്രി യേശുവിനെ കണ്ടപ്പോൾ നിന്റെ ലക്ഷ്യം മാറിയോ? യേശുവിനെ കണ്ടപ്പോൾ എന്റെ ലക്ഷ്യം മാറിയോ? അതോ യേശുവിനെ കാണുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ തന്നെയാണോ യേശുവിനെ കണ്ടതിന് ശേഷവും ഇപ്പോഴും ഉള്ളത്? എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഇന്നത്തെ രാത്രി ഹല്ലേലൂയ ഒന്ന് പുനർചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നെ അവസരം. എന്റെ കർത്താവേ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു സമയത്ത് ഒരാളോട് ചോദിച്ചു, ബ്രദർ മാത്രമേ ബൈബിൾ പ്രസംഗിക്കാറുള്ളൂ, വേറെ എത്രയോ പേര് ബൈബിൾ പ്രസംഗിക്കുന്നുണ്ട്, അവരൊന്നും ഇങ്ങനൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. കടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് സിഗരറ്റ് വാങ്ങിക്കാൻ ഒരു കുട്ടി വരുന്നുണ്ട്. സിഗരറ്റ് ആ കുഞ്ഞിന് ദോഷം ചെയ്യുമെന്ന് കടക്കാരനറിയാം. പക്ഷെ എത്ര കടക്കാർ കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോനെ നീ സിഗരറ്റ് വാങ്ങിക്കണ്ട, ഇത് മോന് ദോഷം ചെയ്യുമെന്ന്. എത്ര പേര് പറയും? ആരെങ്കിലും അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ആ കുട്ടിയെ ആ വ്യക്തി സ്നേഹിക്കുന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവവേദനെ, ദൈവവചനത്തിലെ അനേക സത്യങ്ങളെ പ്രസംഗിക്കാൻ അനേകർക്കും മടിയാ. കാരണം പല ഉദ്ദേശങ്ങളും പല ലക്ഷ്യങ്ങളുമായിരിക്കാം അവരുടെ. ഇന്നത്തെ രാത്രി ദൈവവചനത്തിന്റെ സത്യം നീ ഗ്രഹിക്കണം. ഹല്ലേലൂയ. എന്നേക്കാൾ അധികം നീ അനിത്യതയില് മാനിക്കപ്പെടുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണണം. ഈ ദൈവവചനവുമായി ഞാൻ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും എന്നേക്കാൾ അധികം ദൈവകൃപയിലായി തീരുവാൻ, എന്നേക്കാൾ അധികം കർത്താവിന്റെ കയ്യിൽ ഈ ഭൂമിയിൽ ഉപയോഗിക്കപ്പെടുവാൻ ഹല്ലേലൂയ ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നീങ്ങണം. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, കടലിൽ കാണുന്ന തടിക്കഷ്ണം പോലെ ജീവിപ്പാനല്ല നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കരുത്. കടലിലൂടുന്ന കപ്പൽ പോലെ, ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന കപ്പൽ പോലെ, ടൈം വെച്ചിട്ട് എനിക്ക് ഇന്നടത്ത് എത്തണമെന്ന്, എനിക്ക് ഇന്ന വഴിയിലെത്തണമെന്ന്, അതിലെ ഓളങ്ങളെ അതിജീവിച്ച്, പ്രതികൂലങ്ങളെ അതിജീവിച്ച്, തടസ്സങ്ങളെ അതിജീവിച്ച്, മിന്നൽ പോലെ പാഞ്ഞു പോകുന്ന കപ്പലിനെ പോലെ അതിലെ ലോകത്തിലെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് നിന്നെ പിൻപോട്ട് പിടിക്കുന്ന അന്ധകാര ശക്തികളുടെ പിൻബലങ്ങളെ മുൻബലങ്ങളെ അതിജീവിച്ച് യേശുവിന് വേണ്ടി ഓടുവാൻ നിനക്ക് കഴിയണമെങ്കിൽ യു നീഡ് ദി പവർ ഓഫ് റിസറക്ഷൻ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പുനരുത്ഥാനത്തിന്റെ ശക്തി ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്നതുമായ ഉയരങ്ങളിലുള്ളത് അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി പ്രൂഫ് ഇതാ, യേശുവിനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ പ്രൂഫ് ഇതാ. മരിച്ചവരിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റു. ആത്മീയ മന്ദതയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, ആത്മീയ മരണത്തിൽ നിന്ന്, പാപമരണത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. ഞാൻ പുനരുത്ഥാനം ചെയ്തവനാണെന്നുള്ളതിന്റെ പ്രൂഫ് എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലുള്ളതല്ല പിന്നെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ സ്വർഗത്തിലുള്ളത് ചിന്തിക്കണം. ഈ ഭൂമിയിലുള്ളതിനൊന്നും നിന്റെ ചിന്തയെ, നിന്റെ ജീവിതത്തെ, നിന്റെ രീതികളെ ഹല്ലേലൂയ സ്തോത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്.
നിന്റെ കൂട്ടുകാർക്ക് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ സാഹചര്യങ്ങൾക്ക് നിന്നെ മടിപ്പിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലുള്ള ഒന്നിനും പ്രൈസ് ദി ലോർഡ് പ്രതികൂലങ്ങൾക്ക് നിന്നിൽ ദൈവം തന്ന തീയെ കെടുത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പറയുന്നു, നീ ക്രിസ്തുയേശുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ, if you are risen with Christ, then think of the things above, not below. Hallelujah. Earthly things അല്ല, heavenly bound ആയിട്ടുള്ള തിങ്സ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അതിനായിട്ട് ആഗ്രഹിക്കണം. ഇന്നത്തെ രാത്രി കർത്താവേ, എനിക്ക് പുനരുത്ഥാന ശക്തി ആവശ്യമാണ്. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ, നീ ചിന്തിച്ചേ, why do you look gloomy? Why do you look depressed? Why do you look hallelujah so distressed? Praise God. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അതല്ല. പൗലോസ് ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചല്ലോ, ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, എപ്പോഴും സന്തോഷിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയാൽ ആർക്കാ കഴിയുന്നതെന്ന് അറിയാമോ? ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു വീട് ഷിഫ്റ്റ് ചെയ്ത് വേറെടുത്തോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആർക്കാന്നറിയാമോ? 3 വയസ്സുള്ള കുഞ്ഞിനാണ്. 3 വയസ്സുള്ള കുഞ്ഞ് സുഖമായിട്ട് മേൽ കിടന്നുറങ്ങും. അവളോട് ചെന്ന് ചോദിക്കുക, നിനക്കറിയത്തില്ല ഈ വീട് ഷിഫ്റ്റ് ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം, നീ കിടക്കുന്ന ബെഡ് കൊണ്ടുപോകണം, നിന്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോകണം. അവൾ തിരിഞ്ഞറിഞ്ഞ് പിന്നെ ഉറങ്ങും സുഖമായിട്ട്. അവളെന്തിനാ ഉറങ്ങുന്നതെന്നറിയാമോ? അവൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, ദിസ് ഇസ് നോട്ട് മൈ പൊസഷൻ. ഇതെല്ലാം കൊണ്ടുപോകണം, കാര്യം ശരി, എൻ്റെ കിടക്ക എൻ്റെ ബെഡ് കൊണ്ടുപോകണം, എൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുപോകണം, പക്ഷേ അതെൻ്റെ പേരൻസ് കൊണ്ടുപോകും. ബിക്കോസ് ഷീ ഹാസ് എ സെക്യൂരിറ്റി ഇൻ ഹർ പേരൻസ്. എന്നെ കേൾക്കുന്ന ദൈവമേ, if you say that Heavenly Father, oh Almighty God is your eternal Father, then why do you stress? Why do you get stressed? Why do you worry? Why are you getting troubled in your heart? 14-ാം അധ്യായം 1-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, don't let your heart be troubled. Believe in me, believe in God as well. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നെ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. ഇന്നത്തെ രാത്രി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ നിന്റെ തലയിൽ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകത്തില്ല. നീ ഭൂമിയിൽ എത്ര കാലം ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനു മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് നിന്നെ മാറ്റുവാൻ ഹല്ലേലൂയ ഹെല്ലിലും ഹേദീസിലുമുള്ള ഒരു ഡെവിളിനും ഒരു ഡീമോൺസിനും പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ തകർക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. If you are at the center of the will of your Father. ഇന്നത്തെ രാത്രി you need the power of resurrection. കർത്താവേ, എനിക്ക് ആ പുനരുത്ഥാന ശക്തി തരണം. മറ്റുള്ളവരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞിട്ട് പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഓഫീസിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ താടിക്ക് കൈയും വെച്ച് കൊടുത്തുകൊണ്ട് നീ ഇരിക്കുകയാണെങ്കിൽ സുവിശേഷം കേട്ട ആൾ വന്ന് നിന്നോട് ചോദിക്കും, നീ സുവിശേഷം അനുസരിക്കുന്നത് എന്തോ പ്രയോജനം? ഇതൊന്നും അനുസരിക്കാതെ എനിക്കൊരു ടെൻഷനില്ല. Praise the Lord. We need the power of resurrection. നമുക്ക് പുനരുത്ഥാന ശക്തി ആവശ്യമുണ്ട്. ഈ ലോക ജഡീക മോഹങ്ങളെ, ലോകത്തിന്റെ പ്രതിബന്ധങ്ങളെ അതിജീവിപ്പാൻ സ്വർഗത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമുണ്ട്. അത് 2. 3. ഹല്ലേലൂയ. മൂന്നാമതുള്ള പൗലോസിന്റെ ആഗ്രഹം എന്തെന്നറിയാമോ? ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഹിസ് സഫറിങ്സ്. അവന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കണം. ഹല്ലേലൂയ. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവനിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Not only to believe on him, but also to suffer for him. Praise the Lord. ഹല്ലേലൂയ. അവന് വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക, യേശുവിന് വേണ്ടി നിന്ദ അനുഭവിക്കുക, യേശുവിന് വേണ്ടി പരിഹാസം അനുഭവിക്കുക, യേശുവിന് വേണ്ടി ഈ ലോകത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതായി തീരുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്കറിയാമോ, ആ ഡിസൈപ്പിൾസ് എല്ലാം അങ്ങനെയായിരുന്നു. പൗലോസ് അങ്ങനെയായിരുന്നു, പത്രോസ് അങ്ങനെയായിരുന്നു, യാക്കോബ്, യോഹന്നാൻ, അതിലെ ശിഷ്യന്മാരെല്ലാം അങ്ങനെയായിരുന്നു. നൂറ്റാണ്ടുകളായി ദൈവജനം അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീയും ഞാനും സ്വർഗ്ഗത്തിലെത്തുമ്പോൾ ഹല്ലേലൂയ അനേക ടെസ്റ്റിമണികൾ അവിടെ കേൾക്കും, അനേക സാക്ഷ്യങ്ങൾ അവിടെ കേൾക്കും. എങ്ങനെ അവർ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ഭൂമിയിൽ ജീവിച്ചത്, എങ്ങനെ ഹല്ലേലൂയ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെട്ട് മനുഷ്യരാൽ കഷ്ടത അനുഭവിക്കപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം സിംഹത്തിന്റെ വായില്, ഗുഹകളില്, കാടുമേടുകളില് അവരെങ്ങനെ രാപാർത്തുവെന്ന്, ഏതെല്ലാം കഷ്ടതകളിലൂടെ അവർ കടന്നുപോയെന്നുള്ള വലിയ സാക്ഷ്യങ്ങള് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കും. പ്രിയപ്പെട്ടവരെ,
അവരോട് തിരിച്ച് നമ്മുടെ ഒരു സാക്ഷ്യം എന്താ നമ്മൾ പറയുക? കർത്താവ് പറഞ്ഞത് എന്തെന്നറിയാമോ? പൗലോസ് പറഞ്ഞത്, കർത്താവിന്റെ ആത്മാവിൽ പൗലോസ് എഴുതിയിരിക്കുക സഭയ്ക്ക്. എന്തുവാ ഫിലിപ്പിയരോട് പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഫിലിപ്പിയരെ, അല്ലയോ ദൈവജനമേ, അവനെ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുക. Praise the Lord. You are called to suffer for him, not only to believe on him. എന്താ സഫറിങ്? സഫറിങ് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, നമ്മുടെ താല്പര്യത്തിന് എതിരായിട്ട് നമ്മൾ അനുഭവിക്കുക. ഹല്ലേലൂയ. ഒരാളോട് സത്യം പറയുമ്പോൾ ആൾ ഒഫൻഡഡ് ആയിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് സഫറിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി നിൽക്കുവാൻ ഭവനത്തിലെ ഹല്ലേലൂയ സാഹചര്യങ്ങളില്ലാതെ വരുമ്പോൾ അപ്പനും അമ്മയും ഹല്ലേലൂയ നിന്നെ തടയുമ്പോൾ അവരോട് തിരിച്ച് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ് അവരുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് വേണ്ടി നിൽക്കുന്നത് ഇറ്റ് ഈസ് എ സഫറിംഗ്. ഇന്നത്തെ രാത്രി എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. കൂട്ടുകാർ പോകുന്നെങ്കിൽ പോകട്ടെ, വീട്ടുകാരനെ പെണ്ണോട് പിണങ്ങുന്നെങ്കിൽ പിണങ്ങട്ടെ, എന്റെ സാഹചര്യങ്ങൾ എനിക്ക് എതിരായിത്തീരുന്നെങ്കിൽ തീരട്ടെ. ഞാൻ അറിഞ്ഞ ഈ സത്യം, എന്നെ വിളിച്ച ഈ ക്രിസ്തുവിനെ ഹല്ലേലൂയ ഞാൻ ഈ ഭൂമിയിൽ ഉയർത്തും. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുത്ത കർത്താവിന്റെ മഹത്വം ഞാൻ സ്നേഹിക്കുന്ന ജനത്തോട് സംസാരിക്കും. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഹല്ലേലൂയ, കൂട്ടുകാരെ സ്നേഹിക്കുന്നെങ്കിൽ അതിന്റെ ബെസ്റ്റ് പ്രൂഫ് എന്താ അറിയാമോ? അവരോട് സത്യം നമ്മൾ തുറന്നു പറയണം. പ്രൈസ് ദി ലോർഡ്. അവരോട് പറയാതിരിക്കുന്നതല്ല അവരെ സ്നേഹിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ്. നമ്മുടെയൊക്കെ ചിന്ത അതാ, അവരെ സ്നേഹിക്കുന്ന അവർ നമ്മളെല്ലാം പറയുന്നത് അറിയാമോ? ഇതെല്ലാം ശരിയാ. എന്തെളുപ്പമാണ് പറയാൻ. ഇതെല്ലാം ശരിയാ, നമ്മളെല്ലാം ഒരു കൂട്ടമാണ്. അവിടെ എന്തെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ഉള്ളിൽ എന്തോ പറഞ്ഞു? മുമ്പേ സിഗരറ്റ് വിൽക്കുന്ന കടക്കാരന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ നരകത്തിൽ പോയി പോകണ്ടെന്ന്. വെറുതെ എന്തിനാ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നത് എന്തിനാ? എന്നെ ദൈവം വിളിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, never ever live for the approval of human being. If you please a man, you can please God. Praise the Lord. നീ ഒരു മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ? ആ വ്യക്തിയോട് പറയുക, നീ പോകുന്ന പോക്ക് നിത്യ നരകത്തിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. അവനോട് അത് പറയുന്നത് അവനെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു തെളിവ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ എനിക്ക് നിനക്ക് കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിനക്കും അതിന് കഴിയുമോ? പൗലോസ് പറഞ്ഞത് അറിയാമോ? കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 1:24 പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടം. ഹല്ലേലൂയ. കർത്താവ് സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത്തിലെ കുറവ് വരുന്നത് പൂരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ when you and me suffer for Christ, that means you are adding to the suffering of Christ. Praise the Lord. You are filling that gap which is left out by the Lord. ആർക്ക് വേണ്ടി? സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുക. യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നിനക്ക് കഴിയുമോ? നിന്ദിക്കപ്പെടുവാൻ നിനക്ക് കഴിയുമോ? പരിഹസിക്കപ്പെടുവാൻ നിനക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഈ പവറാണ് എന്നെ കർത്താവിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. അനേകരെന്നെ നിന്ദിക്കുന്നുണ്ട്, അനേകരെന്നെ പരിഹസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലരൊക്കെ എന്നെ ദൂരെ നിന്ന് കാണുമ്പോഴേ മാറിപ്പോകും. കാരണം ഈ പുള്ളിക്കാരൻ എന്തോ പറയാൻ വരുന്നെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ മാറിപ്പോകുന്ന കാണുമ്പോൾ ഹൃദയത്തിൽ എനിക്ക് വേദനയുണ്ട്. ഒരു സമയത്ത് നല്ല കൂട്ടുകാരായിരുന്നവരെ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് മുഖം മറച്ചവർ പോകുന്നുണ്ട്. ഹൃദയത്തിൽ വേദനയുണ്ട്. പക്ഷേ അതിനപ്പുറം മറ്റൊന്നുണ്ട്. ഈ സഹോദരങ്ങളെ നടന്നു നീങ്ങുന്നത് നിത്യനരകത്തിലേക്കാണല്ലോ. ഈ പ്രിയപ്പെട്ടവർ നടന്നു നീങ്ങുന്നത് നിത്യനരകത്തിലേക്കാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഒരു കാര്യം നീ ഓർക്കണം. നീ ഒരുവരെ സ്നേഹിക്കുന്നെങ്കിൽ, നിന്റെ സഹോദരനെയോ നിന്റെ സഹോദരിയോ നിന്റെ കൂട്ടുകാരെയോ നിന്റെ അയൽപക്കക്കാരെയോ നീ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രൂഫ് എന്തെന്നറിയാമോ? നീ അറിഞ്ഞ നിത്യതയുടെ സത്യം അവരോട് നീ പറയണം. ദൈവം ഒരുക്കുന്ന സമയത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. അവന് വേണ്ടി ഹല്ലേലൂയ കഷ്ടം അനുഭവിപ്പാൽ കൂടെ നിനക്കും എനിക്കും അവൻ വരം തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീയും ഞാനും കഷ്ടം, യേശു കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് നീയും ഞാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പത്രോസും പൗലോസും കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് ഇതുപോലൊരു വേദപുസ്തകം ഇന്നത്തെ രാത്രി ദൈവവചനമായി എന്റെയും നിന്റെയും കൈകളിലെത്തിയത്. നീയും ഞാനും കഷ്ടം അനുഭവിക്കുമ്പോൾ വരുന്ന തലമുറകൾ യേശുവിനെ കാണും. പ്രൈസ് ദി ലോർഡ്. നീയും ഞാനും കഷ്ടം അനുഭവിക്കുമ്പോൾ നിന്റെയും എന്റെയും ഇടത്തും വലത്തുമുള്ള പ്രിയപ്പെട്ടവര്, ലോകത്താൽ ഹല്ലേലൂയ, ലോകത്തിൽ പിശാച് ഹല്ലേലൂയ കണ്ണന്തമാക്കി വെച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ യേശുവിന്റെ മഹത്വത്തെ കാണും. നിത്യജീവനെ അവർ അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ആ കഷ്ടം അനുഭവിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ക്ഷണിക്കുക. പ്രൈസ് ദി ലോർഡ്. പൗലോസും പത്രോസും ചെയ്തതിന് കൂട്ട് കാരാഗൃഹത്തിൽ ഒരു പക്ഷേ നീ കിടക്കേണ്ടതായിട്ട് വരത്തില്ല. നിന്റെ ഹല്ലേലൂയ നിന്റെയും എന്റെയും കഴുത്തും തലയും കഷണം ചെയ്യപ്പെടേണ്ടതായിട്ട് വരത്തില്ല. പക്ഷേ
ഹല്ലേലൂയ. ഒരു മൊസ്കിറ്റോ ബൈറ്റ് പോലെ ലഘുവായിരിക്കുന്ന കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളെ ചെയ്യുവാൻ നമുക്ക് വിശ്വസ്തരായി തീരുവാൻ കഴിയുമോ? അതിൽ വിശ്വസ്തരായി തീരുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് കർത്താവ് നമ്മളെ ക്ഷണിക്കുക. റോമർക്കെഴുതിയ ലേഖനം 8:17 മനോഹരമായ ഒരു വാക്യമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, if we suffer with him we may also get glorified with him. Praise the Lord. കർത്താവിന് വേണ്ടി നീ കഷ്ടം അനുഭവിച്ചാൽ കർത്താവിനോട് കൂടെ നീ മഹത്വീകരിക്കപ്പെടും. കർത്താവിന് വേണ്ടി നീ കഷ്ടം അനുഭവിച്ചാൽ അവനോട് കൂടെ നീ മഹത്വീകരിക്കപ്പെടും. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇതാ കഷ്ടം. കഷ്ടം എന്താണെന്നറിയാമോ? നമ്മുടെ കംഫർട്ട് കുറച്ച് ലൂസായി പോകും. നമ്മുടെ കംഫർട്ട് നമ്മൾ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വലിയ വിലയൊക്കെ തന്നു വെച്ചിരിക്കുന്ന ചിലരൊക്കെ നമ്മളെ അവജ്ഞയോടെ നോക്കും. നമ്മളെ സ്നേഹിച്ചിരുന്ന ചിലരൊക്കെ നമ്മളെ വെറുക്കുന്നതായിട്ട് തോന്നും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭാഗമായിരുന്ന ചില സിസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമല്ലാതായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മാറും. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്യം മാറണം. പ്രൈസ് ദി ലോർഡ്. ലക്ഷ്യം മാറിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിനെ കണ്ടില്ലെന്നുള്ളതാണ്. ഇന്നത്തെ രാത്രി അത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനത്തിലേക്കൊക്കെ വരാൻ സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് പോവുക. 3 കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒന്ന്, he wanted to know Jesus Christ, and he wanted to know the power of his resurrection, and he wanted to have the fellowship of his suffering. നാലാമത്തേത്, to be made conformable unto his death. അവന്റെ മരണത്തോട് അനുരൂപപ്പെടുകയാണ്. യേശു മരിച്ച മരണത്തോട് എനിക്കും അനുരൂപപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ മരിച്ച മരണത്തോട് എനിക്കും അനുരൂപപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 3:3 പറയുന്നു, you are dead and your life is hidden in Christ with God. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തോടുകൂടെ മറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നീ ഞാനും മരിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെയും എന്റെയും അംബിഷൻസ് മരിച്ചതാ. 2 ആഴ്ച മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, എന്റെയും നിന്റെയും അംബിഷൻസ്, സെൽഫ് ലൈഫ്, സെൽഫ് വില്ല്, സെൽഫ് അംബിഷൻസ് എല്ലാം മരിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നുണ്ട്, ഗലാത്യ ലേഖനം 2:20 പറയുന്നു, I am crucified with Christ. ഞാൻ ക്രിസ്തു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലുക്ക് ഇൻ ദി സെമിറ്ററി. സെമിറ്ററിയിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ. അവിടെ കിടക്കുന്ന ആർക്കെങ്കിലും ഈ ലോകത്തിൽ വല്ല ആഗ്രഹങ്ങളുണ്ടോ? അവരോട് ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ അംബിഷൻ? അവരെന്തെങ്കിലും പറയുമോ? They are dead. Paul says that I am dead with Christ. ഹല്ലേലൂയ. അതിനേക്കാൾ മനോഹരമായ ഒരു വാക്യമാണ് ഗലാത്യ ലേഖനം 6:14 എഴുതിയിരിക്കുന്നത്. By him I am crucified unto the world and the world unto me. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമാണെന്നറിയാമോ? He has as little interest in this world as a dead man has. മനസ്സിലായോ? ഈ വചനം കുറെ കാലങ്ങൾക്ക് മുമ്പ് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന പ്രാർത്ഥനയില്ല, കർത്താവേ, എനിക്കും ഈ ഒരു ആഗ്രഹം തരണേ, എനിക്കും ഈ ഒരു ആഗ്രഹം തരണം. I want to have as little interest in this world as a dead man has. അതിന്റെ അർത്ഥം ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കണമെന്നുള്ളതല്ല, ഈ ലോകത്തിലെ ടാക്സ് കൊടുക്കരുതെന്നല്ല, ഈ ലോകത്തിൽ കൂട്ടുകാരുണ്ടാവരുതെന്നല്ല, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യരുതെന്നുള്ളതല്ല അതിന്റെ പേര്. ഈ ലോകം ഒരിക്കലും ദൈവത്തെക്കാൾ അധികം നമുക്ക് മുമ്പിലാകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തെ ദൈവത്തെക്കാൾ അധികം നമ്മൾ സ്നേഹിക്കരുത്. യേശു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അങ്ങനെ ഇരിക്കും, ചത്തുവെങ്കിലോ അധികം ഫലം കായ്ക്കും. If a corn of wheat fall and die, it will produce much fruit. If it doesn't die, it will remain as it is. Praise the Lord. ഇന്നത്തെ രാത്രി കേൾക്കണമേ, ഒരു കോതമ്പ് മണി താഴെ വീണ് ചാകുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ആരെങ്കിലും ഒരു ഗ്രെയിൻ ഓഫ് വീറ്റ് എടുത്തിട്ട്, ചെറിയ കോതമ്പ് മണി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രോയറിനകത്തിട്ട് പൂട്ടി വെച്ച് ആഫ്റ്റർ 10 years നോക്കെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും. ബട്ട് ഇഫ് യു ഫാം ഇറ്റ്, ഇഫ് യു കൾട്ടിവേറ്റ് ഇറ്റ്, അത് മണ്ണിനകത്തിട്ടാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ആ മണി ചത്തുപോകും. It will be no more. It will die there. But in its place, a new tree, a new plant will come up. And that will produce hundreds of grain of wheat. അതാണ് യേശു പറഞ്ഞത്. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അതങ്ങനെ ഇരിക്കും, ചത്തുവെങ്കിലോ അധികം ഫലം കായ്ക്കും.
നീയും ഞാനും ഹല്ലേലൂയ മരിക്കാനായിട്ട് ഏൽപ്പിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിന് വേണ്ടി മരിക്കാനായിട്ട് ഏൽപ്പിച്ചാൽ എന്നിലൂടെയും നിന്നിലൂടെയും എത്ര വലിയ പ്രവർത്തികളെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്നറിയാമോ? എന്തുകൊണ്ടാണെന്നറിയാമോ കർത്താവിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണെന്നറിയാമോ കർത്താവിന്റെ ചാലകങ്ങളായിട്ട്, അവന്റെ വെസൽസ് ആയിട്ട് നമ്മൾ മാറാത്തത്? പൗലോസിനെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ പോലെ, ഹഡ്സൺ ടൈലറിനെ പോലെ, ചാൾസ് ഫിന്നിയെ പോലെ, ടോസറിനെ പോലെ, ഡി.എൽ. മൂഡിയെ പോലെ, ജോൺ വെസ്ലിയെ പോലെ, ഇവരെ പോലൊന്നും നമുക്ക് ഉപയോഗിക്കപ്പെടുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ഈ ലോകത്തിന് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. പോൾ പറഞ്ഞതുപോലെ we are dead to the world and the world is dead to us. I am no more going to be guided and controlled by the policies of this world, the doctrines of this world, the pattern of this world. I have another pattern which is controlled by heavenly kingdom. ഇന്നത്തെ രാത്രി നീ ഒന്ന് മരിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം മാത്രമേ എന്നെ നിവർത്തിക്കാവൂ എന്ന് നീ ഒന്ന് പറഞ്ഞേ. ആ മാസ്റ്ററുടെ മുമ്പാകെ, ആ ലോർഡിന്റെ മുമ്പാകെ നീ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇന്ന് മുതൽ ഒന്ന് പറയാമോ, now onwards Lord, it is not my will, it is your will. I make you, I declare that you are my Lord forever. ഇന്നത്തെ രാത്രി ആ തീരുമാനമെടുക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ your life is going to be a blessing. The Lord can do a lot of things. He can bless hundreds and hundreds of people through your simple life, as He has done all through the centuries, and He is doing now as well. Praise the Lord. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. Praise the Lord. Hallelujah. ഒരു വാക്യം കൂടെ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. 2 Corinthians 5:17 പറയുന്നു, if a man be in Christ, he is a new creation. Old has passed away and new has come. Praise the Lord. Everything has become new. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഇന്നത്തെ രാത്രി ഒരുവൻ ക്രിസ്തുവിലായി എന്നുള്ളതിന്റെ പ്രൂഫ് എന്തോന്നറിയാമോ? ഒരുവൻ born again ആയി എന്നുള്ളതിന്റെ പ്രൂഫ് എന്തുവാണെന്നറിയാമോ? Praise the Lord. All is passed away. കഴിഞ്ഞതെല്ലാം പഴയതെല്ലാം നീങ്ങിപ്പോയി. പണ്ട് നീ എന്തിനു വേണ്ടി ജീവിച്ചു? പണ്ട് നിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? പണ്ട് നിന്റെ രീതികൾ എങ്ങനെയായിരുന്നു? പണ്ട് നിന്റെ സമയം ചെലവഴിച്ചത് എങ്ങനെയായിരുന്നു? പണ്ട് നിന്റെ കൂട്ടുകെട്ടുകൾ എങ്ങനെയായിരുന്നു? പണ്ട് നിന്റെ അറ്റാച്ച്മെന്റ് എന്തായിരുന്നു? പണ്ട് നീ എവിടെയായിരുന്നു? അതെല്ലാം നീങ്ങിയിട്ട് എല്ലാം പുതുതായി തീർന്നു. Praise the Lord. കാരണം you have been crafted to a new tree. That is not Adam, but is the tree of Christ. ഇന്നത്തെ രാത്രി ആ പുതിയ റോഡിലൂടെ അല്ലേ നീ യാത്ര ചെയ്യുന്നത്? Praise the Lord. ഇന്നത്തെ രാത്രി ആ പുതിയ അനുഭവത്തിലല്ല നീ ജീവിക്കുന്നതെങ്കിൽ, my friend, sorry to disappoint you, you are not born again yet. കർത്താവ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. He is a brand new creation. He is not a attachment. He is not a modified system. ക്വാളിറ്റി വൈസ് കുറച്ചുകൂടെ പുതുക്കി പണിഞ്ഞ ഹാലലിയ നമുക്കറിയാം, മേജർ ആക്സിഡന്റ് ഒക്കെ ആയ വണ്ടികളൊക്കെ പുതുക്കി പണിഞ്ഞിറക്കാറുണ്ട്. അങ്ങനെ പുതുക്കി പണിഞ്ഞിറക്കുന്ന പരിപാടിയല്ല യേശുവിൻ്റെത്. ഒരുവൻ ക്രിസ്തുവിലായാൽ he becomes a new creation with a new heart. Praise the Lord. ഇന്നത്തെ രാത്രി ആ അനുഭവത്തിലാകാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, എന്റെ കർത്താവേ, ഈ കേൾക്കുന്നതൊക്കെ ഒന്ന് ഗ്രഹിക്കാനുള്ള കൃപ എനിക്ക് തരണേ. ഈ സത്യങ്ങളെ ഏറ്റെടുക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. എന്നെ കേൾക്കുന്ന ദൈവമേ, ഈ വചനം കേട്ട അനേകർ പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ട്. ഓടിക്കൊണ്ടിരുന്ന അനേകര് പകുതി വഴിയിൽ ഓട്ടം നിർത്തി മടങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ രാത്രി നീ ഈ വചനം ഏറ്റെടുക്കുന്നുവെങ്കിലും ഏറ്റെടുക്കുന്നില്ലെങ്കിലും ഒരു നാളിൽ നിത്യതയിൽ നമ്മൾ തമ്മിൽ കാണും. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് നീ പറയും, ഞാൻ കേട്ട വചനങ്ങൾ സത്യമായിരുന്നെന്ന്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, this is not the message of condemnation. This is a message of encouragement, because it is coming from the Holy Spirit. Hallelujah. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. You young man, seek His kingdom first. You young woman, seek His kingdom first. അല്ലയോ ചെറുപ്പക്കാരി, അല്ലയോ സഹോദര സഹോദരി, അല്ലയോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവളെ, അവന്റെ രാജ്യം നീ അന്വേഷിക്കുക. You will never ever have a regret in the days to come, in the months to come, in the years to come. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാകത്തില്ല. നിന്റെ ജീവിതം എപ്പോഴും സന്തോഷമായിരിക്കും. എന്നിട്ട് നിന്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരും. പൗലോസിന്റെ ആഗ്രഹം അതായിരുന്നു. I want to know Christ more. ഇന്നത്തെ രാത്രി എന്റെ ജീവിതത്തിലെ ആഗ്രഹം അതാ. I want to know my Lord more and more and more and more. The more I know Him, the more I become like Him.
Praise the Lord. The more I know him, the more I get detached with this world. The more I know him, the more I will be away from the approval of men. What men think of me, it is nothing. It is like a great servant of God said once, it is worth for rubbish. ഇന്നത്തെ രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്നോട് പറയാന്ന് വെച്ചോ, യു ആർ എ വണ്ടർഫുൾ മാൻ. വാട്ട് ഡസ് ഇറ്റ് മാറ്റർ ടു ഗോഡ്? ദൈവത്തിന് മുമ്പിൽ അതിൽ നിന്നും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. വാട്ട് ഗോഡ് ടോക്സ് അബൌട്ട് മീ, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. Can we live for God? Can we live for God from today? Can we live for the Lord today? ഈ ലോകം മുഴുവനും നിനക്കെതിരായി തിരിഞ്ഞോട്ടെ, നിന്റെ സാഹചര്യങ്ങൾ എതിരായി തിന്നോട്ടെ, പക്ഷെ നിന്നോടുകൂടെ കർത്താവ് ഉണ്ടാകും. Praise the Lord. ഹല്ലേലൂയ. പലപ്പോഴും പറയാറുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചോട്ടെ. Even if the whole world comes against you and the Lord is with you, you are the victor. No one can ever put you down. And if the Lord is not with you, and if the whole world is with you, you will be the loser. Because all the efforts of man without God is a failure. ഇന്നത്തെ രാത്രി ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുന്നവരായി, തലമുറകളെ കർത്താവിലേക്ക് നേടുന്നവരായി, ജനത്തെ കർത്താവിലേക്ക് നയിക്കുന്നവരായി. ഓ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഹല്ലേലൂയ, ഈ ലോകത്തിനപ്പുറത്തൊരു ലോകമുണ്ട്. ഷോർട്ട് സൈറ്റഡ് ആകാതെ ലോങ് സൈറ്റഡ് ആയി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് തീരാം. അവന്റെ വചനത്തിന് മുമ്പിൽ റിബല്ലാകാതെ, പ്രൈസ് ദി ലോർഡ്, അവന്റെ വചനത്തോട് മറുതലിക്കാതെ, മനുഷ്യന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ വചനത്തെ അവജ്ഞയോടെ നോക്കാതെ, അതിനെ മറുതലിക്കാതെ, കർത്താവിന്റെ തിരുവചനത്തിന് ചെവി കൊടുക്കുന്നവരായി, അതിനെ കാതോർക്കുന്നവരായി, അതിനു മുമ്പിൽ താഴ്ന്നിരിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും തീരാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.